കൂട്ടുകാർ, നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷമാണ് നമ്മുടെ ചാരങ്ങാട്ട് വീടിൽ. അപ്പം നമ്മുടെ ഗംഗയാണെങ്കിൽ ഒരു തരത്തിലും അങ്ങാട് അംഗീകരിക്കുന്നില്ല നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, യാതൊരുവിധ സഹകരണം എൻ്റെ അടുത്ത് നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ നമ്മുടെ ശങ്കറിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ ഗംഗ പറയുന്നൊക്കെയാണ് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വേണി നമ്മുടെ എന്താ പറയുക, ഗൗരിയുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ, അതായത് ശ്യാം സാറിനും ഒക്കെ ഗൗരിയുടെ സ്വന്തം വീട്ടുകാർക്ക് ഇപ്പോൾ ഗൗരിയുടെ കുറച്ച് ദേഷ്യമൊക്കെ ആണല്ലോ. ആ ദേഷ്യമൊക്കെ മാറ്റി അവരെല്ലാവരെയും തൃശ്ശൂരോട്ട് നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷ ദിനത്തിൽ കൊണ്ടുവരുമെന്ന് നമ്മുടെ വേണി നമ്മുടെ ശങ്കറിന് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗൗരിക്കും ഭയങ്കര സങ്കടം, സ്വന്തം അച്ഛനും അമ്മയും തന്നെ പിറന്നാൾ ദിനത്തിൽ തന്നെ കാണുവാൻ വരുമോ, അവരിപ്പോൾ തന്നോട് വഴക്കല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഗൗരിക്ക്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ ശങ്കർ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സത്യത്തിൻ്റെ കൂടെ എന്നും നമ്മുടെ ദൈവം ഉണ്ടാവും കൂടെ. അവർ നമ്മളെ മനസ്സിലാക്കി ഉറപ്പായിട്ടും നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ദിനത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിക്കും വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗൗരി ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കഥ എങ്ങനെയൊക്കെ തീരും പ്രേക്ഷകർ നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ദിനത്തിൽ ഇനി നമ്മുടെ ശങ്കറിനെ വകവരുത്താനാണ് നമ്മുടെ മിഥുനും ധ്രുവനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലെ ഒരു പെണ്ണും കൂടിയുണ്ട്. അവരുടെ ആ ഒരു ഗ്യാങ്ങിൽ നമ്മുടെ ശങ്കറിനെ ചതിക്കാൻ വേണ്ടി. അതാരായിരിക്കും? നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ദിനത്തിൽ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.